കസ്റ്റമർ കെയർ വിളിച്ച പെൺകുട്ടി ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് പേഴ്സണൽ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് ഇഷ്ടമാണെന്ന് പറയുക. നമസ്കാരം, ഇക്കൂത്തിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ടെന്ന് വെച്ചാൽ പെൺകുട്ടിയാണ് കേട്ടോ. അവളുടെ ഫോണിൽ എന്തോ കംപ്ലൈൻറ്റ്, നെറ്റ്വർക്കിന് എന്തോ പ്രോബ്ലം വന്നിട്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർ കെയറിലേക്ക് കോൾ ചെയ്തു. കസ്റ്റമർ കെയറിലേക്ക് കോൾ ചെയ്ത സമയത്ത് അവർ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ അത് മറ്റൊരാൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയും അങ്ങനെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. അങ്ങനെ പരിഹരിച്ച് കഴിഞ്ഞ് അവർക്ക് തൊട്ടൊരു ദിവസം മറ്റൊരു നമ്പറിൽ നിന്നൊരു കോൾ വന്നു. കോൾ വന്നപ്പം അറിയാത്ത നമ്പറാണ്ട് ഈ കുട്ടി ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് വീണ്ടും മാറി 2-3 നമ്പറിൽ നിന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒടുവിൽ കുട്ടി ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ആണ് പറയുന്നത്, ഇന്നലെ ഇത് ഉണക്ക് കസ്റ്റമർ കെയർ വിളിച്ച് സംസാരിച്ച ആളാണ് ഈ വാട്സപ്പിൽ കാണുന്ന, അതായത് ആ കുട്ടിയുടെ വാട്സപ്പിൽ കാണുന്ന DP പിന്നെ ആ കുട്ടിയുടെ ആണോ എന്നൊക്കെ ചോദിച്ചു. അന്നേരം അവൾ പറഞ്ഞ് ആണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുട്ടി ഇഷ്ടമായി, പിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, വീട്ടിലേക്ക് വന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ സംസാരിക്കുകയുണ്ടായി. അങ്ങനെ ആ കുട്ടി പറഞ്ഞ് മേലിൽ ഇങ്ങനെ സംസാരിക്കരുത്, ഞാൻ നിങ്ങളുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചാണ്, നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിക്കരുത്. അങ്ങനെ അവൻ എന്തൊക്കെയോ രീതിയിലൊക്കെ സംസാരിച്ചു. നോർമലി സംസാരിക്കുന്ന പോലെ തന്നെ ഈ ഒലിപ്പിച്ച് സംസാരിക്കുമല്ലോ, പെൺകുട്ടികളുടെ അടുത്ത് സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുന്നു. അവൾ പറഞ്ഞ് ഇനി ഇത് ആവർത്തിക്കരുത്, ഞാനിത് കംപ്ലയിൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. കംപ്ലയിൻറ്റ് ചെയ്യാൻ മീൻസ് വീട്ടിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, വീട്ടുകാരുടെ അടുത്ത് പറയും എന്ന് പറഞ്ഞു. എന്നിട്ടും ശരിയാവാത്തതുകൊണ്ട് ആ പെൺകുട്ടി അവളുടെ ആങ്ങളയോട് പറഞ്ഞ് ആങ്ങളെ ഇനി ഫോൺ ചെയ്യുമ്പോൾ കോൺഫറൻസ് കോൾ ഇടാൻ പറഞ്ഞു. അങ്ങനെ ഇനി പിന്നീട് വീണ്ടും അവൻ കോൾ ചെയ്ത സമയത്ത് കോൺഫറൻസ് കോൾ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവനോട് പറഞ്ഞ് മേലിൽ ഇത് ആവർത്തിക്കരുത്, ആവർത്തി കഴിഞ്ഞാൽ വീട്ടിൽ കയറി അടിയേരും എന്നൊക്കെ പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടു. അതിനുശേഷം പിന്നെ ഒരു കോൾ വന്ന് ഇവിടെ അറ്റൻഡ് ചെയ്തപ്പം അത് വേറൊരാളായിരുന്നു. വേറൊരാളെ മീൻസ് അന്ന് ഈ ഫസ്റ്റ് കുട്ടി കംപ്ലയിൻറ്റ് ചെയ്യാൻ വിളിച്ചപ്പം വേറൊരാൾക്ക് കണക്ട് ചെയ്യുന്ന പറഞ്ഞില്ലേ കോള്, ഇതിൽ രണ്ടാമനായിരിക്കാം. അപ്പം അയാൾ വിളിച്ചിട്ട് ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് നിന്നെ ആരെങ്കിലും കസ്റ്റമർ കെയറിൽ നിന്ന് പിന്നെ വിളിച്ചായിരുന്നോ, അവനോട് പറയണ്ട കേട്ടോ ഞാൻ വിളിച്ച കാര്യം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അഥവാ നിനക്ക് അങ്ങനെ പിന്നെ ഇതുവരെ ആരോടും പ്രണയമില്ല, ഇനി ആരും പ്രണയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ തന്നെ പ്രണയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയോട് അങ്ങനെ സംസാരിച്ച്. ഈ കുട്ടി വീണ്ടും ബ്രദറിന് കണക്ട് ചെയ്തിട്ട് ബ്രദറിനോട് കാര്യം പറഞ്ഞു. ബ്രദർ വീണ്ടും ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് വാണിംഗ് കൊടുത്തു. അവൻ സോറി പറഞ്ഞു കേട്ടോ, സോറി പറഞ്ഞില്ല എന്നും പറഞ്ഞില്ല, അപ്പോൾ സോറി പറഞ്ഞ് ഇനി ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഇന്ന് സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്നൊരു പ്രശ്നമാണല്ലോ, ഇതിനെക്കുറിച്ച് ഒരുപാട് സ്ത്രീകൾക്ക് ഈ അനുഭവം ഉണ്ടാവും, എന്നിട്ട് അവർക്ക് അവളുടെ നെയിം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ. ഞാൻ പറഞ്ഞു പിന്നെ പേരൊന്നും പറയത്തില്ല, പക്ഷെ നീ എനിക്ക് നമ്പർ ഇതാ, അപ്പം പിന്നെ ഇത് കൊടുക്കാമല്ലോ ഇതിനകത്ത്. എന്നിട്ട് അവൾ പറഞ്ഞില്ല, നമ്പരും തരാൻ പറ്റത്തില്ല, തന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അവരെൻ്റെ വീട്ടിൽ വന്നൊരു പ്രശ്നം ഉണ്ടാക്കുക, ഈ കോൾ ചെയ്തവർ എൻ്റെ വീട്ടിൽ വന്നൊരു പ്രശ്നം. ഞാൻ പറഞ്ഞില്ല അങ്ങനെ പ്രശ്നം ഉണ്ടാകത്തില്ല, പക്ഷെ അവൾ നമ്പർ തന്നില്ല. അവൾ പറഞ്ഞത് ഇനി വേറെ ആരെങ്കിലും ഇതേ രീതിയിൽ തന്നെ ആരെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവർ കൊടുത്ത നമ്പറാണെന്ന് അറിയാമല്ലോ, അപ്പോൾ ഞാൻ ആ നമ്പർ തരുന്നുണ്ട്, അന്നേരം നിനക്ക് ഞാൻ നമ്പർ തരുന്നുണ്ട്. അതായത് ഇനി അതാ പെൺകുട്ടിക്ക് അതേവണ കാര്യങ്ങളും കോൾ ചെയ്യുകയാണെങ്കിൽ അന്നേരം ഈ ചാനലിൽ കൂടെ തന്നെ ഞാൻ ആ നമ്പർ വെളിവാക്കുന്നതായിരിക്കും, അതാരാണ് വിളിച്ചത് എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ട്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മൾ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുന്നത് ഇപ്പോൾ ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും, ആൺപിള്ളേർ വിളിക്കുമ്പം തിരിച്ച് അവിടെ ഇരിക്കുന്ന കസ്റ്റമർ കെയറിൽ ചേച്ചിമാർ തിരിച്ച് നമ്മളെ വിളിക്കാറില്ല. പക്ഷേ അതൊരു വിഷമമായിട്ട് പറഞ്ഞല്ലോ കേട്ടോ, അങ്ങനെ വിളിക്കാറില്ല. പക്ഷേ പെൺകുട്ടികൾ വിളിക്കുമ്പോൾ അവരുടെ നമ്പർ എടുത്തിട്ട് അവരുടെ വാട്സപ്പിൽ പോയി ചെക്ക് ചെയ്തിട്ട് വാട്സപ്പിലെ DP കണ്ടിട്ട് പെൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻസിഡൻറ്റ് ഇപ്പം ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ചിലപ്പോൾ ഈ അനുഭവം ഉണ്ടായിട്ടുള്ളവരാരെങ്കിലും ഉണ്ടായിരിക്കാം, നിങ്ങളുടെ വീട്ടിലും ആരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളത് പ്രതികരിക്കണം. അതായത് കസ്റ്റമർ കെയർ തന്നെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യണം. അതായത് ഇന്ന നമ്പറിൽ നിന്നാണ് കോൾ വന്നത് എന്ന് പറഞ്ഞ് കസ്റ്റമർ കെയർ തന്നെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സൈബർ കേസ് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്യാതിരിക്കുന്നവരാണ് കസ്റ്റമർ കെയറിൽ ഇരിക്കുന്നവർ. അപ്പം കസ്റ്റമേഴ്സിനടുത്ത് ഇങ്ങനെ പ്രണയാഭ്യർത്ഥന നടത്തുക, വീട്ടിൽ കല്യാണാലോചനയ്ക്ക് ആളെ പറഞ്ഞു വിട്ടെന്ന് പറയുക, അത്തരം പ്രവണതകൾ ചെയ്യുന്നവർക്കെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം. ഇപ്പോൾ അവരെടുത്ത് പറഞ്ഞിട്ട് അവർക്ക് പ്രതികരിക്കാനുള്ള ഒരു ധൈര്യമില്ല. കാരണം വെച്ചാൽ ആ പെണ്ണ് പറയുന്നത് എൻ്റെ ഭാവി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആ പെൺകുട്ടി.
ധൈര്യമില്ല അതിനുള്ള. കാരണം കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല, പക്ഷേ നമ്മൾ പ്രതികരിക്കേണ്ടതാണ്. അവർ എൻ്റെ അടുത്ത് പറഞ്ഞ വീഡിയോ നീ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും എനിക്ക് കേട്ടപ്പം അതുകൊണ്ടാണ് ഞാൻ അവരുടെ ആ പെൺകുട്ടിയുടെ പേര് പോലും പറയാതെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നുകൂടെ നിർബന്ധിച്ചിരുന്നെങ്കിൽ അവൻ്റെ നമ്പരും കിട്ടിയേനെ, നമ്പർ സഹിതം വെച്ച് ഞാൻ വീഡിയോ ചെയ്തേനെ. പക്ഷേ ഇനി ഇതേപോലൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ നെറ്റ്വർക്ക് പോലും പറയാത്തത്. ഏത് സിമ്മിൻ്റെ നെറ്റ്വർക്കാണെന്ന് പോലും ഞാൻ പറയാത്തത് അതുകൊണ്ടാണ്. കാരണം ഏത് സിമ്മിലേക്ക് വിളിച്ചാലാണ് ഈ അനുഭവം ഉണ്ടാകുന്നുള്ളത്. അത് ഇനി അവൻ ആവർത്തിക്കുകയാണെങ്കിൽ ആ നെറ്റ്വർക്കും അവൻ്റെ കമ്പനിയുടെ പേര് ഉൾപ്പെടെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഇതാണ് പറയാനുള്ളത്. ഇപ്പം പെൺകുട്ടികൾ ഇതോണക്ക് കസ്റ്റമർക്കൊക്കെ വിളിച്ച് പരാതി പറയുന്ന സമയത്ത് അവിടുന്ന് ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കണം അതിന്. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ ഇതെൻ്റെ പുതിയ ചാനലാണ്. ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ.